ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 16 അകമല കുന്ന് പ്രദേശത്ത് മലയിടിച്ചിൽ ഭീഷണിയിൽ 25ഓളം കുടുംബങ്ങൾ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നഗരസഭാ അധികൃതർ ബുധനാഴ്ച രാത്രി തന്നെ കുടുംബങ്ങളെ സ്ഥലത്തു നിന്നും ഒഴിപ്പിച്ചു. അകമല സെന്ററിന് സമീപമുള്ള കുന്നാണ് ഇടിഞ്ഞത്. ഉയർന്ന പ്രദേശത്തുള്ള വീടുകൾക്ക് സമീപത്തേക്കാണ് കുന്ന് ഇടിഞ്ഞു വീണത്. തുടർന്ന് ശക്തമായ നീരുറവ കുത്തിയൊലിച്ചു വരികയും ചെയ്തതോടെ ജനങ്ങൾ ഭീതിയിലായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ മനോജ്, ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബുധനാഴ്ച രാത്രി തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കുന്നിന്റെ മുകളിൽ വലിയ രീതിയിൽ കുന്നിടുകയും ഒരു വീടിന്റെ സൈഡിലേക്ക് വരികയുണ്ടായി. ഒട്ടനവധി ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ആളുകൾ ഒഴിയാനുണ്ട്. ഇന്നിപ്പോ മുനിസിപ്പാലിറ്റിയിൽ നിന്നും സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയും അതുപോലെ പോലീസുകാരും അധികാരികൾ എത്തിയിട്ടുണ്ട്. നാളെ വേറെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ഏർപ്പാടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുപരി മൊത്തത്തില് ഇപ്പോ ഒരു സൈഡിൽ മാത്രം ഒരു 10 കുടുംബങ്ങളുണ്ട്. ഇപ്പുറ സൈഡിലേക്ക് പോയാൽ അതേപോലെ തന്നെ എണ്ണസംഖ്യ വീണ്ടും കൂടും. 20 കുടുംബങ്ങൾ മേലത്തോളം വരും മൊത്തം ബാധിച്ചു കഴിഞ്ഞാൽ. നമ്മളിപ്പോ വയനാട് കണ്ട പോലെ തന്നെ അത് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ രീതിക്കാണ് നിൽക്കുന്നത്. എല്ലാ രീതിയിലും ഒരു വീടിന്റെ സദ്യയായിട്ട് എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ കറക്റ്റായിട്ട് വീണ്ടിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള വീടുകളും ഒരുപാട് വീടുകൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. ശേഷം ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റി താമസിപ്പിച്ചു. അകമലയില് ഇന്നിപ്പോ 2 ദിവസം നിൽക്കുന്ന മഴയില് ഭയങ്കര അപകടകരമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇവിടെ പോലീസും സ്ഥല MLA ഒക്കെ വന്ന് നോക്കുന്നുണ്ടായി. ഒരു കുന്ന് ഇടിഞ്ഞിട്ട് ഒരു വീടിന്റെ ബേക്കിലേക്ക് വീണ്ട്. ഇന്നലെ ചാനലിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക്ക് അവിടെ. ഇന്നിപ്പോ കുറച്ച് ആൾക്കാർക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വെള്ളച്ചൊക്കെ ഉയർന്ന പ്രദേശത്ത് വെള്ളച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഭീഷണമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടം നമുക്ക് പറയാം. വയനാട് ദുരന്തം മുൻകൂട്ടി സൂചന കൊടുത്തിട്ടും മാറാത്ത ഇതേ കൊണ്ട് തന്നെ ആയിരിക്കാം അത്ര വലിയ ഭീഷണമായ അവസ്ഥയിൽ മരണങ്ങളുടെ സംഖ്യ കൂടിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ വീടിന്റെ മുമ്പിലാണ് ആകെ ഇടിഞ്ഞിരിക്കുന്നത്. മറ്റേ വിണ്ട് നിൽക്കുകയാണ്. എൻ്റെ തറവാട്ടിലുള്ളവരെന്നെ എൻ്റെ വീടിൻ്റെയും താഴത്തുള്ളവരെന്നെ എല്ലാവരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആകെ വിണ്ട് അവസ്ഥ ഇതിലാണ് നിൽക്കുന്നത്. വീട് എപ്പോൾ വേണമെങ്കിൽ പോരാ ആ സ്ഥിതിയിലാണ്. VCV ന്യൂസ്, അകമല.